ദുരിതമനുഭവിക്കുന്ന വയോധികനെ ആശുപത്രിയിലെത്തിക്കാൻ തയ്യാറെടുത്ത് ജീവകാരുണ്യ പ്രവർത്തകർ. പാവുമ്പ വടക്ക് സ്വദേശിയായ മാധവനാണ് ദുരിത ജീവിതം പേറുന്നത്. ഒറ്റയ്ക്ക് കഴിയുന്ന 75-കാരനായ വയോധികനെയാണ് ജീവകാരുണ്യ പ്രവർത്തകർ ആശുപത്രിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. പാവുമ്പ വടക്ക് കന്നേലേത്ത് 75-കാരനായ മാധവനാണ് ആരോരുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നത്. പൊതുരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന മാധവൻ കുറച്ചു ദിവസങ്ങളായി ആരോഗ്യനില വഷളായ നിലയിലാണ്. പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി, ശശി പാവുമ്പ, പഞ്ചായത്ത് അംഗം സന്ധ്യ സുമേഷ്, ആശാ വർക്കർ സുധ എന്നിവരാണ് എത്തി ഇയാളെ ശുചീകരിച്ച് ആശുപത്രിയിലെത്തിക്കാൻ തീരുമാനിച്ചത്. മാധവൻ എന്ന 75 വയസ്സുള്ള മനോവൈകല്യമുള്ള ഒരാളുടെ ഒരു പ്രശ്നം അറിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്നോടൊപ്പം പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട ശശി സാറും അതുപോലെ തന്നെ വാർഡ് മെമ്പറും ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ദയനീയമാണ്. മറ്റാരും സംരക്ഷിക്കാനില്ല. ഭാര്യയും മകളുമായി 40-30 വർഷത്തിന് മുമ്പ് പിണങ്ങിപ്പോയതാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏകനായി എങ്ങും നടക്കാൻ കഴിയാതെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ഇദ്ദേഹം കിടന്നുകൂടും. അപ്പോൾ അടിയന്തരമായി ഇദ്ദേഹത്തിന് ചികിത്സ നൽകാം. അതുകൂടാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ മുമ്പോട്ട് വന്നാൽ ഒരുപക്ഷെ മനുഷ്യത്വപരമായിരിക്കും. ഇങ്ങനെ വീണ്ടും നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിരുന്നാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്തതുകൊണ്ട് നാളെ മുതൽ ഈ മനുഷ്യനെ എവിടെയെങ്കിലും എത്തിക്കുവാനും അതുപോലെ തന്നെ ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകാനുമുള്ള വാർഡ് മെമ്പറുമായി ആലോചിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഞാനും ശശി സാറും വിചാരിച്ചിട്ടുള്ളത്. ഈ മാധവൻ എന്ന് പറയുന്ന ആള് 75 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിനെ നോക്കാനും കാണാനും ആളില്ലെന്ന് സാമൂഹിക പ്രവർത്തനായ സിദ്ദിഖ് മംഗലശ്ശേരി അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ വല്ലാത്തൊരവസ്ഥയിലാണ് കണ്ടത്. കഴുകാതെയൊക്കെ ആ റൂമെല്ലാം ഞങ്ങളെല്ലാം കൂടെ വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം ബന്ധുക്കളും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടും ആരും ഇതുവരെ വരുവാനോ നോക്കാനോ തയ്യാറായിട്ടില്ല. ഒരു മോളുണ്ട് അദ്ദേഹത്തിന്. മോളെ വിളിച്ചിട്ട് പോലും മോള് പറയുന്നത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വിട്ടേക്കാനാണ് മോള് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്തായിരുന്നു. പോലീസിനെ ഇൻഫോം ചെയ്തത് കൂടാതെ പോലീസുകാർ നമ്പർ മേടിച്ച് മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് പോലും മോൾ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ.